Hello guys, thank you so much for watching. I'm Atul from USMLO. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ടൈസ് ടു ഹോം കൺട്രി. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് നേരത്തെ. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് നേരത്തെ ആലോചിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. സോ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ എല്ലാം ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ വിസ അപ്പോയിൻമെൻറ്റ് ഇൻ്റർവ്യൂ എല്ലാം ഡേറ്റ് എല്ലാം എടുത്ത് നിങ്ങൾ ഈ US എംബസിയിലേക്ക് വളരെ ത്രില്ഡായിട്ട് ചെല്ലുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട് കൊടുത്തു. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷനിലൊക്കെ വിസ ഓഫീസർ നോക്കിയിട്ട് അയാൾ ചിന്തിക്കുകയാണ്, വിൽ ദിസ് പേഴ്സൺ ആക്ച്വലി കം ബാക്ക്? നിങ്ങൾ പോയാൽ തിരിച്ചു വരുമോ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ DS-160ക്കും ആൻസർ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാ തുറക്കും മുമ്പ് തന്നെ വിത്തിൻ 30 seconds യുവർ ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ്. ബിക്കോസ് വെൻ ഒരു US കോൺസുലർ ഒഫീഷ്യൽ നിങ്ങളുടെ DS-160 കാണുമ്പോൾ തന്നെ ദേ വിൽ അനലൈസ് യുവർ പ്രൊഫൈൽ. അതൊരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു നോട്ടമൊന്നുമല്ല, പക്ഷേ ദേ വിൽ ജസ്റ്റ് സ്കാൻ ത്രൂ യുവർ പ്രൊഫൈൽ ആൻഡ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് what your true intent is. So ties to home country establish here എന്ന് പറഞ്ഞാൽ it's really important consent to the approval of your visa. So ഇന്ന് നമ്മൾ how you can make your application undeniable ആ ടോപ്പിക്. അവർക്ക് ഡിനേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഗോഡ് ഫാദറിൽ പറയുന്ന പോലെ I am going to make an offer, they cannot refuse എന്ന് പറയത്തില്ല. അതുപോലെ നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബുള്ളറ്റ് പ്രൂഫ് ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. എന്നാ ചെയ്യാനൊക്കെ മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻസിന് പ്രത്യേകിച്ചുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈസ് ടു ഹോം കൺട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെന്ന് കരുതുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ ടൈസ് ടു ഹോം കൺട്രി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കാശോ അല്ല, നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശോ അക്കൗണ്ടിലുള്ള കാശോ നിങ്ങളുടെ സ്ഥലവും അത് മാത്രമല്ല. ഇത് there are many emotional constraints, your career constraints. അപ്പോൾ ഈ കാശ് മാത്രമാണ് ടൈസ് ടു ഹോം കൺട്രി അല്ലെങ്കിൽ അസറ്റുകൾ മാത്രമാണ് ടൈസ് ടു ഹോം കൺട്രി എന്ന് ചിന്തിക്കുന്നതാണ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു ക്യാൻ മേക്ക് ഇൻ യുവർ B1 B2 വിസ ആപ്ലിക്കേഷൻ. ഞാൻ കേരളത്തിലുള്ള ഇപ്പോൾ എനിക്ക് എൻക്വയറീസ് 1000-ന് മുകളിൽ എൻക്വയറീസ് വന്നിട്ടുണ്ട്. പലരും നമ്മളുടെ ടൈംസുമായിട്ട് ഒക്കാത്തതുകൊണ്ട് ചിലർ വേറെ ആൾക്ക് പോകും. നമുക്ക് കൃത്യമായിട്ടൊരു ടൈംസ് ഉണ്ട്, നമുക്കൊരു പേയ്മെൻറ്റ് സ്ട്രക്ചറുണ്ട്, പ്ലാനുണ്ട്, നമ്മുടെ ഡെലിവറി മോഡ് ഡിഫറെൻ്റ് ആണ്, നമ്മളുടെ അപ്രോച്ച് എൻ്റെ ഡിഫറെൻ്റ് ആണ് കമ്പയറിങ് ടു അതർ വിസ കൺസൾട്ടൻസി അല്ലെങ്കിൽ വിസ ഏജൻസികൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉള്ള കാര്യം നേരെ വന്ന് ഇതാണ് നമ്മുടെ ചാർജ്. അപ്പോൾ അതുകൊണ്ട് ചിലർക്കത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കാരണം അവരുടെ വഴിക്ക് പോകുന്നതാണ്. അപ്പം ഈ ആയിരക്കണക്കിന് എൻക്വയറി വന്നതിൽ കുറേ പേര് ഫോളോ അപ്പ് ചെയ്യും, കുറേ പേര് പെൻഡിങ് വെച്ചിട്ടുണ്ട്. ഒരു 100 പേർക്ക് അടുത്ത് ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടായി. ഓൾമോസ്റ്റ് 60 to 65 പേർക്ക് വിസ കിട്ടിയിട്ടുണ്ട് ഇതുവരെയായിട്ട്, ഫാമിലി ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഞാൻ ടെക്നോ പാർക്കിലെ എഞ്ചിനീയേഴ്സ് സംസാരിച്ചിട്ടുണ്ട്, നേഴ്സസിനോട് സംസാരിച്ചിട്ടുണ്ട്, ബിസിനസ്സുകാരോട് സംസാരിച്ചിട്ടുണ്ട്, ടീച്ചർ, എന്താ പറയുക, ആർമി മിലിറ്ററി സ്റ്റാഫിനോട് വരെ നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പം റിജക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഈ സെയിം എററാണ്. ഈ ടൈസ് മൂലം റിജക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് they showed only assets, they don't show any emotional constraints. ഇത് assets അല്ല, they showed assets but they forgot to establish attachment to that asset. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് എത്ര സ്വത്തുക്കളുണ്ടാവും? സ്വത്തുക്കളുള്ളതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. സ്വത്തുക്കൾ ചില സമയത്ത് അത് ബാക്ക് ഫെയർ ചെയ്യാം. ഓവറായിട്ട് സ്വത്തുക്കളുള്ളവർക്ക് എന്ത് വേണേൽ കാണിക്കാമല്ലോ. സോ അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവിടെ. സോ ഓഫീസർ നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനല്ല ആഗ്രഹിക്കുന്നത്. അവർക്കൊരു ഫീലിംഗ് കിട്ടണം ഇൻ ദ ഗട്ട് ദാറ്റ് യു ക്യാൻറ്റ് ഇമാജിൻ ലീവിങ് ഇറ്റ് ബിഹൈൻഡ് പെർമനൻ്റ്ലി.
നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും, നിങ്ങളുടെ അസറ്റുകളൊന്നും നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയാത്ത വിധം യു ആർ അറ്റാച്ച്ഡ് ടു ദോസ് അസറ്റ്സ്. ആ ഒരു ഗട്ട് ഫീലിംഗ് ഓഫീസേഴ്സ്ക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പവർഫുള്ളായിട്ടുള്ള ഒരു പില്ലേഴ്സ്, ഫാമിലി, പ്രൊഫഷണൽ, കമ്മ്യൂണിറ്റി, ഫൈനാൻഷ്യൽ, ഇതിനെ എല്ലാത്തിനും ഞാൻ കീറി മുറിച്ചിട്ട് സർജിക്കൽ പ്രിസിഷനോടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് what to show, how to say it, how to document it, and how to present it so it lands. But stay till the end, because the fourth pillar, already nobody talks about it. The fourth pillar, ആരും സംസാരിക്കാത്ത ഒരു കാര്യമാണ്. It might be your strongest weapon. അപ്പോൾ stay tuned till the end and watch the video completely. The first pillar, family ties. Let's start with the most powerful tie of all, family. Now, when I say family ties, ഞാൻ ചുമ്മാ എനിക്കൊരു ഭാര്യയും മക്കളും ഉണ്ട്. That's too vague, right? The officer has heard this 100 times, 1,000 times അവരിത് കേൾക്കുന്നതാണ്. You need to make them feel the weight of that you'd be leaving behind. നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിൻ്റെ വെയിറ്റ് അവർക്ക് ഫീൽ ആണ്. ഹിയർ ഈസ് വാട്ട് ഐ മീൻ. അത് ബിജു എന്ന് പറയുന്ന ഒരു ആളെ നമുക്ക് എറണാകുളത്തു നിന്നുള്ള ഒരു IT പ്രൊഫഷണലിൻ്റെ ഒരു സിനാരിയോ നമുക്കെടുക്കാം. അവരൊരു US കോൺഫറൻസിന് പോകാനായിട്ടുള്ള വിസ ആപ്ലിക്കേഷനാണ് ഫയൽ ചെയ്തത്. സോ ബിജുവിൻ്റെ അമ്മ 72 വയസ്സാണ്, ഡയബറ്റിക് ആണ്. അവൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. 2 പിള്ളേരുണ്ട്. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന CBSE പഠിക്കുന്ന 2 കുട്ടികളുണ്ട് കാക്കനാട്. അവരുടെ വൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്മോൾ ബിസിനസ് ആണ്, വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്നു. നോ, ഇഫ് ബിജു ഇൻ്റർവ്യൂവിൽ പോയിട്ട് പറയുവാണ് ഐ ഹാവ് എ ഫാമിലി ഇൻ ഇന്ത്യ, ദാറ്റ്സ് വീക്ക്, വളരെ വീക്കാണ്. ബട്ട് ഈ ബിജു പറയുകയാണ് എൻ്റെ മദർ എന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് ഫോർ മെഡിക്കൽ കെയർ. എൻ്റെ എൻ്റെ കുട്ടികളെല്ലാം മിഡ് അക്കാദമിക് ഇയറിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കെയർ ഗീവർ, പ്രൈമറി കെയർ ഗീവർ ഞാനാണ്. എൻ്റെ വൈഫിൻ്റെ ബിസിനസ്സിന് എൻ്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. എൻ്റെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനെല്ലാം പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. നൗ യു ഹാവ് എ പിക്ചർ. ഇപ്പോഴാണ് നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിയത്. അല്ലാതെ വെറുതെ ഐ ഹാവ് എ ഫാമിലി ഇൻ ഇന്ത്യ, ഐ ഹാവ് എ വൈഫ് ആൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുകൊണ്ട് ബിജു ആ ഇൻ്റർവ്യൂ പാസ്സാകില്ല. പക്ഷേ ഇവിടെയാണ് പല ആൾക്കാരും മിസ് ചെയ്യുന്നത്. ഫാമിലി ടൈസ് മാത്രം കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആകത്തില്ല. റിലേയിങ് ഓൺ ഇമോഷണൽ ടൈസ് ഹാസ് ഗോട്ടൺ മെനി ആപ്ലിക്കൻസ് റിജക്റ്റഡ്. നമ്മൾ ഇമോഷണൽ ടൈസ് മാത്രമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് റിജക്ഷൻ സാധ്യത കൂടുതലാണ്. സോ രണ്ടാമത്തെ പില്ലർ, എങ്ങനെ നിനക്ക് മോർ ഇമ്പോർട്ടൻ്റ് ഒരു സ്പെസിഫിക് റോൾ അല്ലെ ഹൗ ടു ഡിഫൈൻ യുവർ progression, how to define your future. Second time, remember professional ties, the career chain, the career progression, your future. ഇതാണ് സെക്കൻഡ് പില്ലർ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ടൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. പക്ഷെ പലരും ഈ ഒരു പ്രൊഫഷണൽ ടൈസിനെ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മുടെ മലയാളികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല പ്രൊഫഷണലി കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നേഴ്സസ്, പിന്നെ എൻജിനീയർമാർ, ടീച്ചേഴ്സ്, അങ്ങനെയുള്ള മറ്റു പ്രൊഫഷണൽസ്, ബിസിനസ് ഓണേഴ്സ്, അവരുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് മിക്കവാറും ഞാൻ മാക്സിമം അവരുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. പക്ഷെ ചിലർ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ ഒരു പ്രൊഫൈല് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാതെ നേരെ ഇൻ്റർവ്യൂവിന് പോകും. ഇതൊരു US കോൺസുലർ ഓഫീസറുടെ ചിന്തപ്രകാരം നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ ഇൻകം മേടിക്കാനുള്ള ഒരു സോഴ്സ് മാത്രമല്ല, അത് ഒരു റീസൺ, നാട്ടിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്കുള്ളൊരു സോൾഡ് റീസൺ കൂടിയാണ്. ഞാനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. മീന എന്ന് പറയുന്ന ഒരു നേഴ്സാണ്, ഗവൺമെൻറ് കോളേജ് കോട്ടയം. അപ്പോൾ B2 വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ടെക്സാസിലുള്ള ഒരു സിസ്റ്ററിനെ വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ ബിഗസ്റ്റ് ഫിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഓവർ സ്റ്റേ ചെയ്യുമെന്നുള്ള പേടിയാണ് അവരുടെ
ഓഫീസർ ചിന്തിക്കുമെന്നുള്ളതാണ്. ബട്ട് എന്താണ് മീന പറയേണ്ടത്? ഐ വർക്ക് അറ്റ് ദ ഹോസ്പിറ്റൽ. ഐ എം വർക്കിംഗ് ആസ് എ നേഴ്സ് ഇൻ മെഡിക്കൽ കോളേജ് കോട്ടയം. അതല്ല പറയേണ്ടത്. ഐ ഹോൾഡ് എ പെർമനൻറ്റ് ഗവൺമെൻറ് പൊസിഷൻ. ഐ ഹാവ് ബീൻ ദെയർ ഫോർ 9 years. I have a sanctioned leave for 3 weeks. If I don't return, I lose my pension, my government accommodation, and my security and seniority. That's 9 years of my career. But 3 sentences, which will be a clear definition of your role, your career, and your career progression. അപ്പോൾ ഓഫീസറിന് ഫീൽ ആവും നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. സോ അത് കരിയർ പ്രോഗ്രഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടൈസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വേണം, ഡെസിഗ്നേഷൻ ആൻഡ് ഇയേഴ്സ് ഓഫ് സർവീസ്, ലീവ് സാങ്ഷൻ ലെറ്റർ, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ GST രജിസ്ട്രേഷൻ, ബിസിനസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിലുള്ള ലെറ്റർ. ഇപ്പോൾ ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എംപ്ലോയീസ് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു പേറോൾ സമ്മറിയോ പേറോൾ സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ കൊണ്ടുപോകും. വെദർ നീ DS-160 ഇൻ്റർവ്യൂഡ് എൻ്റെ കണ്ടിന്യൂഡ് പ്രസൻസ്, മൈ കണ്ടിന്യൂഡ് പ്രസൻസ് ഈസ് റിക്വയർഡ് ഫോർ. ആ ഒരു ഫ്രേസ്, മൈ കണ്ടിന്യൂഡ് പ്രസൻസ് റിക്വയർഡ് ഫോർ, ആ ഫ്രേസ് ദാറ്റ് സിഗ്നൽസ് കമ്മിറ്റ്മെൻറ്റ്. യൂസ് ഇറ്റ്. ഈ ഫ്രേസ് ഈ മസ്റ്റ് ആഡ് യൂസ് ചെയ്യണം ഇൻ ദ ഇൻ്റർവ്യൂ. മൈ കണ്ടിന്യൂഡ് പ്രസൻസ് റിക്വയർഡ് ഫോർ ദിസ് ആൻഡ് ദിസ്. അതൊരു കമ്മിറ്റ്മെൻറ്റ് സിഗ്നലായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞപ്പം ഇതിപ്പോൾ ഞാൻ കണ്ടു, ഇപ്പോൾ നമ്മുടെ ഫാമിലി കണ്ടു, പ്രൊഫഷണൽ കണ്ടു. ഇപ്പം പിന്നെ വളരെയധികം സർപ്രൈസ്ഡ് ആക്കിയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അത് പലപ്പോഴും ഇങ്ങനെ പൊങ്ങി വരും. ആൻഡ് നമ്മളെ ആൾക്കാരെല്ലാം അത് ഒരു ഐ തിങ്ക് ഡസൻറ്റ് മാറ്റർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് കമ്മ്യൂണിറ്റി ടൈസ്. സോ കമ്മ്യൂണിറ്റി ടൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഇൻവിസിബിൾ റൂട്ട്സ്, അദൃശ്യമായ വേരുകൾ. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റി ടൈസ് ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്തില്ല. ചില ആൾക്കാർക്ക് ഞാനത് ചെയ്ത പള്ളിയിൽ നിന്നൊക്കെ ചർച്ചയിൽ നിന്നൊക്കെ ലെറ്റർ മേടിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സെനാരിയോസ് വളരെയധികം വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ കമ്മ്യൂണിറ്റി ലീഡേഴ്സോ കമ്മ്യൂണിറ്റിയുടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് എനിക്ക് അങ്ങനെ 1-2 കേസേ വന്നിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കൾച്ചേഴ്സ് ഉള്ളതാണ്. പാരിഷുണ്ട്, മോസ്ക് കമ്മിറ്റികളുണ്ട്, ടെമ്പിൾ ട്രസ്റ്റുകളുണ്ട്, നമ്മുടെ റെസിഡൻറ്റ് അസോസിയേഷനുണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്, അയൽക്കൂട്ടങ്ങൾ, ക്ലബ്ബുകൾ, പൊളിറ്റിക്കൽ യൂത്തുകളുണ്ട്, റോട്ടറി ക്ലബ്ബുകൾ, പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ, അങ്ങനെ പൊളിറ്റിക്കൽ പൊസിഷൻസ്. നമ്മുടെ ജീവിതം തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരെയധികം വി ആർ എംബെഡഡ് ഇൻ അവർ കമ്മ്യൂണിറ്റീസ് ഇൻ വേസ് മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് ആർ നോട്ട്. And yet applicants almost never mention this. നമ്മൾ മിക്കവാറും ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാകേണ്ട ഒരു കാരണമുണ്ട്. കമ്മ്യൂണിറ്റി ടൈസ് നിങ്ങൾക്ക് സോഷ്യൽ ഐഡൻറ്റിറ്റി തരും. നിങ്ങളുടെ സോഷ്യലി നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. നിങ്ങൾ വെറുതെ വി ആർ നോട്ട് ജസ്റ്റ് പാസിങ് ത്രൂ, യു ഹാവ് എ റോൾ. പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ യു ടു ഷോ അപ്പ്. നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ ആളുകൾക്കത് ബുദ്ധിമുട്ടാകും. ആളുകളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ആളുകളുടെ കോർഡിനേറ്റ് ചെയ്യുക, ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ചുമ്മാ അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കൻ്റെ കാര്യം പറഞ്ഞാൽ, സുരേഷ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കൻ 45 years ഓൾഡാണ്. പാലക്കാടുകാരനാണ് ആൾ. അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ആൾ. അപ്പോൾ ടൂറിസ്റ്റ് വിസയാണ്. അയാളുടെ കസിനെ കാണാൻ വേണ്ടിയിട്ട് കാലിഫോർണിയയിലേക്ക് പോകാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. കാരണം ഇത് എന്നോട് മെൻഷൻ ചെയ്തില്ലായിരുന്നു ഈ സമയത്ത്. പക്ഷേ എന്നോട് മെൻഷൻ ചെയ്തെങ്കിൽ ഞാനത് മാക്സിമം അവിടെ നിന്ന് ലെറ്ററോ അല്ലെങ്കിൽ എനിക്ക് ഇത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞാണ്. പുള്ളി എന്താ അങ്ങനെ മെൻഷൻ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമില്ല. അപ്പം സെക്രട്ടറി ഒരു 500 മെമ്പർ പാരിഷ്, 500 കണക്കിന് ആൾക്കാരുള്ള ഒരു കമ്മിറ്റിയിൽ ഇലക്ഷൻ വരുന്നുണ്ട്. ആനുവൽ അക്കൗണ്ട്സ് ഫയൽ ചെയ്യാനുണ്ട്, പിന്നെ അവിടെ സദ്യ വട്ടങ്ങളൊക്കെ ഒരുക്കാനുണ്ട്.
അപ്പോൾ ഒരു കലണ്ടറിൽ പുള്ളിയുടെ കലണ്ടറിൽ പുള്ളിക്ക് തിരിച്ചു വന്നേ മതിയാകൂ. സോ അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്ക് ഈസി ആയിട്ടത് പിന്നെ ആ ഒരു വിസ ക്രാക്കിയാണ്. പക്ഷേ എന്നിട്ടും വിസ ക്രാക്കായി കേട്ടോ. വിസ കിട്ടി പുള്ളിക്ക് മെൻഷൻ ചെയ്യാനിട്ട് പോലും കിട്ടി. പക്ഷേ ഇതൊരു പുള്ളിക്ക് മെൻഷൻ അത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള നിങ്ങളുടെ ഹുക്കുകൾ, ഇതേപോലെ നിങ്ങളുടെ കണക്ഷൻ മറ്റേ പറയില്ല ദർ ഇസ് എ ഹുക്ക് ഇൻ മീ എന്ന് പറയത്തല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഒരു നാട്ടിലൊരു ഹുക്ക് ഉണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യുന്നു, മോസ്കിൽ നിന്നോ ടെമ്പിളിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഏത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലാണോ ലെറ്റർ മേടിക്കുക. ലെറ്റർ ഹെഡിൽ കൺഫേമിങ് യുവർ റോൾ, യുവർ ആക്ടിവിറ്റീസ്, അപ്കമിങ് ആക്ടിവിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ്. അപ്പം അത് അങ്ങനെ ഒരു ലെറ്റർ മാത്രം മേടിച്ചാൽ മതി ഇങ്ങനെ കമ്പ്യൂട്ടർ ടൈസ് പ്രൂവ് ചെയ്യാനായിട്ട്. ഓൾറൈറ്റ്, നമ്മൾ we have almost covered the third pillar, like professional, family and community. But here is where it gets really interesting, because the fourth pillar, financial ties, is one of the most applicants is over explained or completely misused, and doing it wrong can actually hurt your application. Let me show how you do it in the right way. സോ ഫൈനാൻഷ്യൽ ടൈസ് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തു, അതിനെക്കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. പക്ഷേ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. ഫൈനാൻഷ്യൽ ടൈസ് ആർ നോട്ട് ഈസ് ജസ്റ്റ് അബൌട്ട് ഷോയിങ് ദ മണി. അതായത് നിങ്ങളുടെ മണി ട്രെയിൽ അല്ലെങ്കിൽ മണി നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത് കാണിക്കുക എന്നുള്ളത് മാത്രമല്ല. ഇൻഫാക്ട് ഷോയിങ് ദാറ്റ് യു ആർ റിച്ച്. നിങ്ങൾ റിച്ചാണെന്ന്, ഒരുപാട് റിച്ചാണെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബാക്ക് ഫെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പൈസ ഉള്ളവർ എന്തോ ആകാമല്ലോ. സോ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ കാണിക്കേണ്ടത്. മണി ദാറ്റ് വർക്ക്സ് ഓൺലി ഇഫ് യു ആർ ഹിയർ. ആ പൈസ വർക്ക് ചെയ്യണം, ആ പൈസ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായേ പറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ്. Wrong framing. I have 40 lakhs in my bank account. Right frame ചെയ്യുന്നതെന്ന് വെച്ചാൽ I have a home loan with an EMI of 28,000 per month. I have an SIP investment maturing in 18 months. I have a plot purchased in my name in Thrissur where I am in the legal documentation process. I have a small business with 4 employees whose salaries I manage. So see the difference. Second version clearly ഷോയുന്നു റിക്കറിങ് ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ, അതായത് ലോണിൻ്റെ കാര്യം. പിന്നെ നിങ്ങളുടെ റിക്കറിങ് ആയതുകൊണ്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അത് that will fall apart. Your loan goes into default, your investment breaks, your emergent employees lose their jobs. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിയേറ്റ് വാട്ട് ഐ കോൾ എ ഫൈനാൻഷ്യൽ ഫുട് പ്രിൻറ്റ് ഷീറ്റ്. അതായത് ഒരു 1 പേജിൽ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഫുട് പ്രിൻ്റ് എടുക്കുക. നിങ്ങളുടെ ആക്റ്റീവ് ലോണുകൾ, EMIകൾ, SIPകൾ, റിക്കറിങ് ഡെപ്പോസിറ്റ്സുകൾ, പ്രോപ്പർട്ടി അണ്ടർ കൺസ്ട്രക്ഷൻ, ഡോക്യുമെൻറ്റേഷൻ, ബിസിനസ് ഫൈനാൻഷ്യൽസ്, മന്ത്ലി എക്സ്പെൻസസ് ദാറ്റ് പ്രൂവ് യു റൺ ലൈക്ക് ലൈഫ് ഇൻ ഇന്ത്യ, സ്കൂൾ ഫീസ്, ഹൗസ് മെയ്ഡ് ഹെൽപ്പ് സാലറീസ്, parents, medical expenses you fund. You don't submit this document. You used to rehearse your answer. ഈ ഡോക്യുമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചോദിച്ചാൽ കാണിക്കേണ്ട ആവശ്യം, ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ആൻസേഴ്സ് റിഹേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഫുട് പ്രിൻറ്റ് ഷീറ്റ് അത് ആവശ്യമായിട്ട് വരും. സോ അപ്പോൾ അത് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് റിഹേഴ്സ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സഡനായിട്ടൊരു ലാർജ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് സീരിയസ്. അത് നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോബബ്ലി ടു ബി റിജക്റ്റഡ്. ഈ ഒരു ബ്രേക്ക് ഡൗൺ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ജെന്യുവൻലി ഹെൽപ്പ് ദ ചാനൽ ടു ഗ്രോ ആൻഡ് അട്രാക്ട് മോർ ഓഡിയൻസ്. Many Keralites are still looking for information on B1 B2. So if you like or share this video, it will be really helpful for me, for this channel, and as well as the upcoming B1 B2 aspirants. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കോളിക്കുള്ളൂ. എല്ലാ ആഴ്ചയിലും നമ്മൾ B1 B2 വിസ US ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരുവാണ്.
ഇതിൽ റീക്യാപ്പ് ചെയ്യാം. 1, ഫാമിലി ടൈസ്. നിങ്ങൾക്ക് ഫാമിലിയോട് മാത്രം പറയരുത്. ഷോ ഡിപ്പെൻഡൻസി, ഷോ അറ്റാച്ച്മെൻറ്റ്, ഷോ കമ്മിറ്റ്മെൻറ്റ്. 2, പ്രൊഫഷണൽ ടൈസ്. യുവർ കരിയർ ഈസ് ദ ചെയിൻ ദാറ്റ് പുൾസ് യു ബാക്ക്. നിങ്ങളുടെ ഇയേഴ്സ് ഓഫ് സർവീസ് കാണിക്കുക. ഓൺഗോയിങ് പ്രോജക്റ്റ്, ലീവ് സാങ്ഷൻ, ബിസിനസ് റെസ്പോൺസിബിലിറ്റി. മൈ കണ്ടിന്യൂഡ് പ്രസൻസ് ഈസ് റിക്വയർഡ് ഫോർ ആ ഫ്രേസ് ഉറപ്പാക്കി മാറ്റി. 3, community ties. Your parish, morgue, panchayat committee, neighborhood club, Rotary club, whatever it is, you mention it. You have strong community ties. 4, financial ties. So recurring obligations, loans, property under construction, legal formalities. നിങ്ങളുടെ ക്യാരക്ടർ ആൻഡ് യുവർ ഇൻറ്റൻഷൻ ബേസ് ചെയ്താണ്. അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള പൈസയോ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും കണ്ടല്ല. നിങ്ങളുടെ ക്യാരക്ടർ, ക്യാരക്ടർ 50%, നിങ്ങളുടെ ഇൻറ്റൻഷൻസ്. ഈ 2 കാര്യങ്ങളാണ് നിങ്ങളുടെ വിസ അപ്രൂവലിൻ്റെ കോർണർ സ്റ്റോൺസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നുള്ള അവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ബട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വലയുണ്ടല്ലോ, നെറ്റ്വർക്ക്, ലൈഫിൻ്റെ ഒരു എന്താ പറയുക, ഒരു വെബ്, ഒരു ചെലന്തി വല പോലത്തെയാണ് നിങ്ങളുടെ ലൈഫ്. ആ വലയിലേക്ക് അവർക്ക് നോക്കാൻ പറ്റും. സോ ആ വലയിലേക്ക് അവർ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു assumption they can make always. So they coming to a conclusion based on that assumption. It shouldn't be right all the time, but that's the final. You cannot question it. നിങ്ങളുടെ വെബ് വിസിബിൾ ആക്കുക, ആ വല നിങ്ങൾ വിസിബിൾ ആക്കുക, ഡോക്യുമെൻ്റ് ചെയ്യുക, ആർട്ടിക്കുലേറ്റ് ചെയ്യുക, പ്രസൻറ്റ് ഇറ്റ് കോൺഫിഡൻ്റ്ലി. ബിക്കോസ് യു ആർ നോട്ട് ലൈങ്. നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുക. ബിക്കോസ് യു ആർ നോട്ട് ലൈങ്, യു ആർ നോട്ട് മേക്കിംഗ് ദിസ് അപ്പ്, യു ആർ ഗോയിങ് ബാക്ക്. യു ഹാവ് എ ലൈഫ് ഹിയർ. യു ജസ്റ്റ് നീഡ് ടു ലേൺ ഹൗ ടു ഷോ ഇൻ എ വേ that a stranger behind a consulate window can understand that within 60 seconds. 60 സെക്കൻഡിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വല, ഒരു വെബ് ആ ഓഫീസേഴ്സിന് മുമ്പിൽ നിങ്ങൾ വിസിബിൾ ആക്കി പ്രസൻറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ യു ഗോട്ട് ദിസ്. അപ്പോൾ ഇതുവരെ കണ്ടു നിന്ന് വീഡിയോ മൊത്തം കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിയേഴ്സ്, ബൈ. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നത് എ കംപ്ലീറ്റ് സ്പോൺസേഴ്സ് ഗൈഡ് ഫോർ B1 B2 വിസ ആപ്ലിക്കൻസ്. അതായത് B1 B2 വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്പോൺസേഴ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. ആ വീഡിയോ കാണുക, മറക്കാതെ കാണുക. ബൈ.